അപ്പോൾ എൻ്റെ ടെൻഷൻ ഞാൻ കഥ കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ അയ്യോ നമ്മളിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ഒരു ലാലേട്ടൻ സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ടറെ വിളിക്കുമ്പോൾ അത് കഥ കേട്ടിട്ടില്ല, കഥ കേട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ വലിയ അഹങ്കാരിയായിട്ട് മാറാനായിട്ട് വളരെ സാധ്യതകളാണ്. രസോർണോ ഞാനിങ്ങനെ വൈകുന്നത് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ ദൈവം അത് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കഥയായിരിക്കണേ എന്ന് പറഞ്ഞാണ് പോകുന്നത്. രഞ്ജിത്തേട്ടനാണ് എൻ്റെ ഇത് കഥ നറേറ്റ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ഹാഫ് മാത്രം എൻ്റെ നറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് ആ കഥാപാത്രം. ബാക്കി തരുൺ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇനി തരുൺ അങ്ങോട്ട് അതിനെ പൊലിപ്പിച്ചോളുന്നു. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഈ പറയുന്ന പോലെ എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് വീടിനപ്പുറത്തുള്ളൊരു കാറൊക്കെ ഓടിച്ചാണ് ചേട്ടനും ജയൻ എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ട് അങ്ങനത്തെ ചേട്ടനൊക്കെ പെട്ടെന്ന് കണക്റ്റായി. പിന്നെ അതിലേക്ക് ഇനി സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കയറ്റുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ ക്യാരക്ടർ കണക്റ്റായി. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് വർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഞാനൊന്ന് വർക്ക് ചെയ്ത് ചേട്ടനത് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശോഭന ചേച്ചി ഒന്നും അപ്പോൾ ഇല്ല, അങ്ങനെ ഒരു ഐഡിയയെ ഞങ്ങളുടെ മനസ്സിലില്ല. പിന്നെ അതങ്ങനെ വർക്ക് ചെയ്ത് ഒരു ഏതാണ്ട് 8 മാസത്തോളം എടുത്ത് ഇതിൻ്റെ റൈറ്റിംഗ് റീറൈറ്റിംഗ് ഒക്കെ നടത്തി. അപ്പം വർക്ക് നന്നായിട്ട് ചെയ്തതാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ശോഭനാമൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു തമിഴ് ക്യാരക്ടർ, ഒരു തമിഴും മലയാളവും ഒക്കെ സംസാരിക്കും. അപ്പം ഞാൻ എഴുത്തിൻ്റെ ഇടയിൽ അതിങ്ങനെ തമിഴ് മലയാളം ക്യാരക്ടറായിട്ട് മാറിയത്. അപ്പം എൻ്റെ ഉള്ളിൽ അത് ശോഭന മാമനെ കൊണ്ട് ചെയ്യിക്കുക, ശോഭന മാമനെ കൊണ്ട് ഡബ് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശോഭന മാമ ഡബ് ചെയ്തേക്കണം. അപ്പം അതെ. അപ്പം ആ ക്യാരക്ടർ ശോഭന ചേച്ചി ചെയ്യുമ്പം തന്നെ ഇത് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റില്ല ആക്ടർ കമ്മിറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു കൊതി എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഡബ് ചെയ്യാൻ വന്നപ്പോഴൊക്കെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എങ്ങനെയോ അത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് വന്ന് കയറി സിനിമ സംഭവിച്ചു. ഭയങ്കര ആകാംക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരു കെമിസ്ട്രിയാണ് അവർ തമ്മിലുള്ള. മാത്രമല്ല ലാലേട്ടൻ്റെ അടുത്ത് എങ്ങനെ കഥ പറഞ്ഞേ? കഥ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഞാൻ രഞ്ജിത്തേണ്ടെങ്കിൽ കഥയൊക്കെ ഈ 8 മാസം കൊണ്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തുണ്ടെങ്കിൽ പോയി പറഞ്ഞു, എന്താ ഞാൻ ഈ മനുഷ്യനെ പണ്ടെപ്പോഴോ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ ഈ ബൗൺസേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് ലാലിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അന്ന് നമുക്ക് സിനിമയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പം അങ്ങനെ ഒരാളുടെ അടുക്കൽ പോയി കഥ പറഞ്ഞിട്ട് നമുക്ക് ആകെ കിട്ടുന്നൊരു അവസരമാണ്. അപ്പം ചേട്ടൻ്റെ ഒരു കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് ധൈര്യമില്ല. ഞാൻ പക്ഷേ ബാക്കി ആളുടെ മുന്നിലും ഭയങ്കര നറേറ്റ് ചെയ്യുന്ന ആളാണോ, എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവൊന്നുമില്ല. പക്ഷേ ലാലേട്ടൻ്റെ മുന്നിൽ ചിലപ്പോൾ ഞാൻ പാളിപ്പോകും ചേട്ടാ എന്ന് ഞാൻ കുറ്റസമ്മതം നടത്തി. അപ്പം അങ്ങനെ അവരെന്താണ് അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. പണ്ട് സച്ചിയേട്ടൻ അയ്യപ്പനും കോശിയൊക്കെ ഒരു ഓഡിയോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അത് സച്ചിയേട്ടൻ തന്നെ വായിച്ചിട്ട് അതാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തത്. അപ്പം തരുൺ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ, ലാലേട്ടൻ ആദ്യമായിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഐഡിയ. അപ്പം അങ്ങനെ പിന്നെ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഈ കഥ എങ്ങനെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ലാലേട്ടനെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ദീപക് എന്ന് പറഞ്ഞ ആളെ വിളിച്ച് ഈ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പ്ലേ ചെയ്ത് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ സിനിമ കാണുന്നൊരവസ്ഥയിൽ അതിനെ ചെയ്തിട്ട് ഞാൻ നൈസായിട്ട് ഇങ്ങനെ ലാലേട്ടനൊപ്പം കഥ പറയാൻ വേണ്ടി കയറിയിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ചങ്കിടിച്ച് എണീക്കണോ നിൽക്കണോ ഇതുപോലെ തന്നെ വന്നിട്ട് സാർ ഇരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഉള്ള പരിപാടി കൂടി പോകും. അപ്പൊ അങ്ങനെ ഇരുന്ന് പിന്നെ സൗദി ഒന്നും വരില്ലായിരുന്നു. ഇല്ല, ഉറപ്പായിട്ടും വരില്ല. ഉറപ്പായിട്ടും കൊള്ളാൻ അത് നറേറ്റ് ചെയ്യിച്ചു എന്നെ കൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് പിന്നെ സൗദി വെള്ളത്തിനെ പറ്റി സംസാരിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം കുറെ ആ സമയത്ത് കുറച്ച് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ട് വന്നേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാമല്ലേ മോനെന്ന്. അപ്പം ഞാൻ നേരെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് ഞാൻ പിന്നെ ഐപാഡൊക്കെ എടുത്ത് അപ്പം ചേട്ടനെ വളരെ കൗതുകത്തിന് എന്താ പരിപാടി എന്നൊക്കെ. അപ്പം രഞ്ജിത്തേട്ടൻ പറഞ്ഞത് ഇതൊരു പുതിയ രീതിയിലാണ് തരുൺ പ്രിപ്പയർ ആയി വന്നേക്കണമെന്ന്, എന്നാൽ നമുക്ക് പുതിയ രീതി കേൾക്കാം, അതല്ലേ പുതിയതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ടപ്പം തന്നെ ഇങ്ങനെ മ്യൂസിക്കലി ടൈറ്റിൽസും പരിപാടിയൊക്കെ വരുന്ന കണ്ടപ്പം തന്നെ പുള്ളി അതിങ്ങനെ കണ്ണൊക്കെ അടിച്ചിരുന്നു. അപ്പം ചെറിയ ചിരിയൊക്കെ തന്നെ കാണാം. ഈ ട്രെയിലറിൽ കാണിച്ച പല സീക്വൻസ്, ഇപ്പം സാരി വലിക്കുന്ന സീക്വൻസ് കാണുമ്പം പുള്ളിയുടെ ചുണ്ടത്തൊരു ചിരി തന്നെ കാണാം. അപ്പം എനിക്ക് ഭയങ്കര മേ ബി. അപ്പം അങ്ങനെ ഇന്റർവെൽ വരെ കേട്ടു. ഇന്റർവെല്ലാം കേട്ട് പിന്നെ ബ്രേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ട് പുള്ളി അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് പറഞ്ഞാൽ മോൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം ഈ സെക്കൻഡ് ഹാഫ് വളരെ ചുരുക്കി മോൻ തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ ഇപ്പൊ കുറച്ച് ധൈര്യം വന്നില്ല അത്രയും നേരം ഇരുന്നപ്പോഴത്തേന്. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അത് അങ്ങോട്ട് സെറ്റായി. അത് കഴിഞ്ഞ് അന്ന് പിന്നെ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൽ. ലാലേട്ടൻ്റെ കുറച്ച് സജഷൻസ് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ട് സംസാരിച്ചപ്പം അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ എന്നൊക്കെ ഉള്ളത് വന്നപ്പം ഒരു നെക്സ്റ്റ് ഒരു ഇരിപ്പും കൂടി ഇരിക്കാം, വന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിന്നെ ഒരു 2 മാസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എമ്പുരാൻ്റെ ഷൂട്ടിന് പോയി. അപ്പം വന്നപ്പം ഞാൻ വീണ്ടും അതുപോലെയൊക്കെ കുറച്ച് ഓഡിയോ കേട്ടാ വന്നു. അപ്പൊ മോനെ ഇനി ഓഡിയോ ഒന്നും കേൾപ്പിക്കണ്ട, നീ അതൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ ഫ്ലാറ്റിന്റെ ഒരു സോഫയുടെ ഇപ്പുറത്തെ സൈഡിലായിരുന്നേ. അന്ന് നമ്മൾ ഇവിടെ ഇരുന്നല്ലേ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് പറയുന്നത് അടുത്ത് പിടിച്ചിട്ടെത്തി
ആ ഒരു കോൺഫിഡൻസ് അല്ലേ, ആ ഒരു നമുക്ക് പേടി തന്ന് മാറ്റുക. Ali's Kitchen. Let's cook with love.